പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പേവിഷബാധ ബോധവൽക്കരണ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പേവിഷബാധ ബോധവൽക്കരണ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. പേവിഷബാധയേറ്റ് ജീവിതം അപകടത്തിലാകുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പേവിഷബാധ പ്രതിരോധം എങ്ങനെ ചെയ്യാമെന്ന് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തുന്ന പേവിഷബാധ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് ആരോഗ്യ പ്രവർത്തകരായ പ്രാപ്പോയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TV ഹസ്ന, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ PV ആതിര എന്നിവർ നേതൃത്വം നൽകി. വളർത്തുമൃഗങ്ങളുടെ ഉപദ്രവമേറ്റാൽ പ്രഥമ ശുശ്രൂഷ ഫലപ്രദമായി നൽകുന്നതിനെപ്പറ്റിയും ഉപദ്രവങ്ങളുണ്ടായാൽ 3 മണിക്കൂറിനുള്ളിൽ അടിയന്തര വൈദ്യസഹായം തേടേണ്ടതിനെപ്പറ്റിയും വിശദീകരിച്ചു. പൂച്ച മാന്തേ ഇനി ചെറിയൊരു പോറലാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ വീട്ടിൽ പറയുകയും ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വാക്സിനേഷൻ ചെയ്യുകയും ചെയ്യണം. ഈ ഒരു 3 മാസം വരെ ഈ വാക്സിനേഷൻ കാലാവധിയുണ്ട്. 3 മിനിറ്റ് മാത്രമാണോ പേവിഷബാധ നിൽക്കുന്നത്? പിന്നെ ഏതൊക്കെ മൃഗങ്ങളിൽ ഈ റാബീസ് വൈറസ് ഉണ്ടാവും? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടല്ലോ വൈറസിനെ പറ്റിയിട്ട്. കുരക്കന്, പശു, ആട്, അങ്ങനെ ഒട്ടുമിക്ക മൃഗങ്ങളിലും റാബീസ് വൈറസ് ഉണ്ടാവും. നല്ലോണം കഴുകി വൃത്തിയാക്കണം. പണ്ടുള്ളവർ പറയും മഞ്ഞള് തേച്ച് അത് വൃത്തിയാക്കണം, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആ ഭാഗത്ത് മുറിവുണ്ടെന്ന് പറഞ്ഞു, മുറിവുണ്ടെങ്കിൽ തന്നെ കെട്ടി അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നല്ല 15 മിനിറ്റോളം നമ്മളിപ്പോ സോപ്പ് പതപ്പിച്ച വെള്ളത്തിൽ നമ്മൾ കഴുകി വൃത്തിയാക്കുകയാണ് വേണ്ടത്. പിന്നെ വാക്സിൻ എടുക്കേണ്ട ഡോസും വാക്സിൻ ഡോസ് അത് അവര് ആ ഒരു പേവിഷബാധയെ പറ്റിയുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർ മറുപടി നൽകി. പേവിഷബാധ പ്രതിരോധം ഫലപ്രദമാക്കുന്നതിനായി കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി മികച്ച രീതിയിൽ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ച ആരോഗ്യ പ്രവർത്തകരോട് സ്കൂൾ ഹെഡ് മാസ്റ്റർ KV രാജൻ മാസ്റ്റർ നന്ദി പറഞ്ഞു. അതിന്റെ ശ്രമം കൊണ്ടാ മതി, നമ്മൾ അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇൻജക്ഷൻ എടുക്കണം. അപ്പൊ അന്ന് തന്നെ നിങ്ങളെ രക്ഷാക്കളോട് പറയണം, പൂച്ച എന്നെ നക്കിയിട്ടുണ്ട്, നായി മുട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയണം. മറച്ചു വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് ചെയ്യാൻ പറ്റൂല. 15 ദിവസം കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. വേറെ രക്ഷയില്ല. അസംബ്ലി, സ്കൂൾ അസംബ്ലി ചേർന്ന് സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്കൂളുകളിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ വിഷബാധയെ കുറിച്ച് അല്ലെങ്കിൽ ഈ വാക്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആണ് ഈ ബോധവൽക്കരണം. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.